പെട്ടിമുടിയിൽ നിന്നും ഇടമലക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ദേവികുളം എം.എൽ.എ. അഡ്വക്കേറ്റ് എ. രാജ. പെട്ടിമുടി മുതൽ ഇടലിപ്പാറക്കുടി വരെയുള്ള 5 കിലോമീറ്റർ റോഡ് നിർമ്മാണം നിലവിൽ പൂർത്തിയായി. ഇനി 2 കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് പൂർത്തിയാക്കാനുള്ളത്. റോഡ് നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ കൊണ്ട് പോകുന്നതിന് വനംവകുപ്പ് തടസ്സം നിന്നതാണ് നിർമ്മാണ പ്രവൃത്തികൾ വൈകാൻ കാരണം. റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എം.എൽ.എ. വ്യക്തമാക്കി. വനംവകുപ്പ് തടസ്സവാദം ഉന്നയിച്ചതിനെ തുടർന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ഇടമലക്കുടിയിൽ പനി ബാധിച്ച കുട്ടി മരണപ്പെടുകയും പനി ബാധിച്ച കിടപ്പിലായ വൃദ്ധയെ ചുമന്ന് ആശുപത്രിയിലെത്തിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായതോടെ റോഡ് വികസനം ആവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് എം.എൽ.എയും സബ് കളക്ടറും ഇടപെട്ട് റോഡ് നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് നടപടി സ്വീകരിച്ചത്. 2 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് കരാറുകാരന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 മാസം കൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ഏകദേശം 5 കിലോമീറ്ററായി. ഇനി ബാലൻസ് ഉള്ള 2 കിലോമീറ്ററാണ് ആദ്യത്തെ റീച്ച് എന്ന് പറയുമ്പോൾ ഇടലിപ്പാറക്കുടി വരെ. ഈ ഇടലിപ്പാറക്കുടി വരെ ഉള്ള റോഡ് 2 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ ഇന്നിപ്പോൾ പങ്കെടുത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു. PWD ഇംപ്ലിമെൻറ്റിംഗ് മാത്രമാണ്, പണം കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ നടത്തണം. കൂടലാർക്കുടിയിൽ നിന്നും ആനക്കുളം വഴി മാങ്കുളത്തെത്തി ഇവിടെ നിന്നും അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്കും എളുപ്പത്തിലെത്താൻ കഴിയും. ഈ റോഡിന്റെ നിർമ്മാണം നടത്തുന്നതും പരിഗണനയിലുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.